അള്ളാഹു ചെയ്തെന്ന നിഅമത്താണ് ബുദ്ധി എന്നത്. പഠിക്കാനുള്ള കഴിവ്, മനസ്സിലാക്കാനുള്ള കഴിവ്. ഇതിനെ അഹങ്കരിക്കരുത്. ഇമാം അഹ്മദിനെ കുറിച്ച് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം കാലങ്ങളോളം ജീവിച്ചിട്ടുണ്ട്. ഞങ്ങളെക്കാൾ മേന്മയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ അദ്ദേഹം ഞങ്ങളെ പരിഹസിച്ചിട്ടില്ല, കളിയാക്കിയിട്ടില്ല, ഞങ്ങളെ ഇകഴ്ത്തി പറഞ്ഞിട്ടില്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തനെ എന്തെങ്കിലും അബദ്ധം പറഞ്ഞപ്പോൾ കളിയാക്കുക, ഇതൊക്കെ സംഭവിച്ചു പോകുന്നതാണ്. നമുക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും, അള്ളാഹ് പുറത്തേറ്റ്. ശ്രദ്ധിക്കുക, അവനവൻ അള്ളാഹു നൽകിയൊരു നിഅമത്തിന്റെ പേരിൽ മറ്റൊരാളെ കളിയാക്കരുത്, ഉജ്ബുണ്ടാകരുത്, കിബ്റുണ്ടാകരുത്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ ഈ താലിബുൽ ഇൽമ് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എഴുതിയപ്പോൾ അവർ പറഞ്ഞേക്കണം, അള്ളാഹു ചെയ്തു തരുന്ന നിഅമത്തുകൾപ്പെട്ട നീ ക്ലാസ്സിൽ ഏറ്റവും ടോപ്പ് ആകാതിരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നിന്നോട് കടപിടിക്കാവുന്ന ആൾക്കാരെ നിന്റെ ക്ലാസ്സിൽ വെക്കുക എന്നുള്ളത്. ഇല്ലെങ്കിൽ മനുഷ്യർക്ക് ചിലപ്പോൾ ഈ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വലിയ ബുദ്ധിശാലികളായിരുന്ന ചിലർ പിന്നീട് വഴിപഴിച്ചത് കാണാം. അതിന്റെ കാരണങ്ങളിലൊന്ന് അള്ളാഹു ആലം ഇതായിരിക്കാം, ബുദ്ധിയായിരിക്കാം. അവനവന്റെ ബുദ്ധിയെക്കുറിച്ചുള്ള ചിന്ത അധികരിച്ചു. ശറഇന് മുന്നിൽ നിന്റെ ബുദ്ധിയൊന്നുമല്ല. അള്ളാഹു നിനക്കത് മനസ്സിലാക്കാൻ കഴിവ് തന്നു എന്നത് അവൻ നിനക്ക് തന്ന ഒരു ഫദ്ലാണ്, ഔദാര്യമാണ്. നീ അതിന്റെ പേരിൽ അഹങ്കാരം നടിക്കരുത്. അള്ളാഹു ശുക്ർ ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക,